1981 ഒരു മുത്തശ്ശിയുടെ സ്നേഹവും കൈപ്പുണ്യം ചേർന്ന നാടൻ കൂട്ടുകളിലൂടെയാണ് ഭാരത് എന്ന ഹോട്ടലിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ മുത്തശ്ശി അവരുടെ മക്കളോടൊപ്പം ചേർന്നാണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത്. ഇന്ന് 3-ാം തലമുറയാണ് ഈ ഒരു ഹോട്ടൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ അത് അപ്രിഷിയേറ്റബിൾ ആണല്ലേ. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ലൊക്കേഷൻ മൂവാറ്റുപുഴയാണ്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു, ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്, പിന്നെ അപ്പവും ചിക്കൻ റോസ്റ്റിന് നല്ല മണം കേട്ടോ ഇത് കൊണ്ടുവച്ചപ്പം. ബിരിയാണിയുടെ കൂടെ നമുക്ക് സാലഡും ഉണ്ട്, അച്ചാറും ഉണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചു വെക്കാം. മുട്ടയുള്ള ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത ആളുടെ നെഞ്ചിപ്പോൾ കത്തുന്നുണ്ടായിരിക്കും. കോഴിക്കാല് എൻ്റെ പ്ലേറ്റിലോട്ട് വീണ്. ബാക്കി തരാം കേട്ടാ. നല്ല ഇത് ബീഫ് ബിരിയാണിയാണ്. നല്ല ചൂടാണ്, ഇത് കൈ പൊള്ളുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് സാലഡും കൂടെ കൂട്ടി കഴിക്കാം. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പവും ചിക്കൻ റോസ്റ്റും കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. കാരണം ഈ ചിക്കൻ റോസ്റ്റിന് നല്ല മണമായിരുന്നേ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ചിക്കൻ റോസ്റ്റാണ്. ഞാൻ ആക്ച്വലി ഫുഡെല്ലാം ടേസ്റ്റ് നോക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. കഴിക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തത്. എനിക്ക് വേണ്ടിയാണ് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തത്. ഇത് വൈറ്റ് പെപ്പറാണ്, പക്ഷെ ഉപ്പ് അവർ തന്നിട്ടില്ല. നല്ല തിക്കായിട്ടുള്ള സൂപ്പ്. അതിനകത്ത് ചിക്കൻ്റെ പീസസ് കിടപ്പുണ്ട്, പിന്നെ എഗ് ഡ്രോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് അവർ കോൺഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ ഗ്രീൻ ഓണിയൻ ഇതൊക്കെ ഉണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടത്.